ഹലോ, നമ്മൾ ഇന്ന് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസിൻ്റെ MCQ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഷിജു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. The doping concentration of emitter, base and collector region of a BJT varies as. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരു 5-6 ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഞാൻ പിന്നെ കോൺഫിഗറേഷൻസിലേക്ക് കടന്നിട്ടുള്ളത്. അതായത് കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒരു 6ാമത്തെ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എമിറ്ററിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡോപ്പിംഗ് ഉണ്ടാവുക അല്ലേ. ഡോപ്പിംഗ് ഹയസ്റ്റ് ഉള്ളത് എമിറ്ററിനാണ് എന്ന് നമുക്കറിയാം അല്ലേ. അത് കഴിഞ്ഞിട്ട് ഡോപ്പിംഗ് ഉണ്ടാവേണ്ടത് ആർക്കാണ്? കളക്ടറിനാണ്. ഓക്കെ, അപ്പോൾ മീഡിയം ഡോപ്പിംഗ് ഉണ്ടാവുക കളക്ടറിനാണ്. അത് കഴിഞ്ഞിട്ടാണ് ബേസിന് ഏറ്റവും ലോവസ്റ്റ് ഡോപ്പിംഗ് ഉണ്ടാവുക, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഉണ്ടാവുക ബേസിനാണ്. അപ്പോൾ എമിറ്റർ ഗ്രേറ്റർ ദാൻ കളക്ടർ ഗ്രേറ്റർ ദാൻ ബേസ്. അപ്പോൾ ഇതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ എമിറ്ററിനാണ് ഏറ്റവും കൂടുതൽ ഡോപ്പിംഗ് ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അടുത്ത ചോദ്യം, which of the following is correct? IE equal to IB plus IC ആണോ? IC equal to IB plus IE ആണോ? IE equal to IC minus IB ആണോ? IB equal to IE plus IC ആണോ? ഇതും അറിയാവുന്ന കാര്യമാണ്. എമിറ്റർ കറണ്ട് is the sum of base and collector current. അപ്പോൾ എമിറ്റർ കറണ്ട് equal to sum of ബേസ് ആൻഡ് കളക്ടർ കറണ്ട്. ഓക്കെ, അതൊരിക്കലും മറക്കരുത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ഞാനിതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ പ്രോബ്ലംസിൻ്റെ സെക്ഷൻ ഒരുമിച്ച് വരുമ്പോൾ നമുക്കത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ എമിറ്റർ കറണ്ട് ഈക്വൽ ടു സം ഓഫ് ബേസ് ആൻഡ് കളക്ടർ കറണ്ട്സ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഫോർ എ ഗിവൺ എമിറ്റർ കറണ്ട് കളക്ടർ കറണ്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. അപ്പോൾ ഒരു എമിറ്റർ കറണ്ട് തന്നിട്ടുണ്ട്, കളക്ടർ കറണ്ട് എങ്ങനെ കൂട്ടാം എന്നാണ് ചോദ്യം. നമുക്കറിയാം IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC ആണെന്ന് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു NPN ട്രാൻസിസ്റ്റർ ഞാൻ എടുക്കുകയാണ് കേട്ടോ. എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതിനകത്ത് കളക്ടർ കറണ്ടിനെ എങ്ങനെ കൂട്ടാൻ പറ്റും? എമിറ്ററിൽ നിന്ന് കുറേ ഇലക്ട്രോൺസ് അല്ലേ. ഇപ്പോൾ NPN ആണെങ്കിൽ കുറേ ഇലക്ട്രോൺസ് ആണ് ഇതിൽ നിന്ന് മൂവ് ചെയ്യുക. PNP ആയിരുന്നെങ്കിലോ? അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. PNP ആണെങ്കിൽ മെജോറിറ്റി കാരിയേഴ്സ് എന്താണ്? മെജോറിറ്റി കാരിയർ എന്തായിരിക്കും? ഹോളുകളായിരിക്കും. ഓക്കെ, PNP ആണെങ്കിൽ ഹോൾസ് ആയിരിക്കും. NPN ആണെങ്കിൽ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ NPNലെ ഇലക്ട്രോൺസ് ഈ ബേസിലൂടെ വന്ന് കുറേ അവിടെ പോയി റീകമ്പൈൻ ചെയ്യും, കുറേ കളക്ടറിലേക്ക്, ബാക്കിയുള്ളത് കളക്ടറിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ NPN ആണെങ്കിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇലക്ട്രോൺസ് എമിറ്ററിൽ നിന്ന് വരുന്നു, അത് കുറേ ഇവിടെ വെച്ച് റീകമ്പൈൻ ആവും, ബേസിൽ വെച്ച് റീകമ്പൈൻ ആവും. അതാണ് കറണ്ട് IB ആയി മാറുന്നത്. അതിനുശേഷം ഇവിടെ കളക്ടറിലേക്കും പോകുന്നു, അതാണ് കറണ്ട് IC ആയി മാറുന്നത്. അപ്പോൾ IC കൂടണമെങ്കിൽ, അതായത് എന്താ ചോദ്യം? ഫോർ എ ഗിവൺ എമിറ്റർ കറണ്ട് കളക്ടർ കറണ്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. IC കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബേസിൽ ഉണ്ടാവുന്ന റീകോമ്പിനേഷൻ കുറച്ചാൽ മതി അല്ലേ. IB കുറച്ചാൽ പോരെ IC കൂടണമെങ്കിൽ. ഓക്കെ, IE എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, അത് വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ IC കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ IB കുറയ്ക്കണം. IB കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ റീകോമ്പിനേഷൻ കുറയ്ക്കണം. അതായത് എന്താണ് ഉത്തരം? ഫോർ എ ഗിവൺ എമിറ്റർ കറണ്ട് കളക്ടർ കറണ്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ റെഡ്യൂസിങ് ദ റീകോമ്പിനേഷൻ ഇൻ ദി ബേസ് റീജിയൻ. ഓക്കെ, അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ഫോർ എൻ NPN ട്രാൻസിസ്റ്റർ ടു വർക്ക് ഇൻ ആക്റ്റീവ് റീജിയൻ. ഒരു NPN ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കണം? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡും. ഇത് കറക്റ്റായിട്ടുള്ള ഉത്തരമാണ് കേട്ടോ. ബാക്കിയൊന്നും നോക്കുക തന്നെ വേണ്ട. അപ്പം നമുക്ക് അത് 4 ഓപ്പറേറ്റിംഗ് മോഡുകളൊന്ന് നോക്കി നോക്കാം. അതായത് ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? എമിറ്റർ ഉണ്ടാവും, ബേസ് ഉണ്ടാവും, കളക്ടറും ഉണ്ടാവും. ഓക്കെ, ഇത് വരച്ചിട്ടുള്ള സൈസ് നോക്കണ്ട. എമിറ്ററും ബേസും കളക്ടറും സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ കളക്ടറിനാണ് ഏറ്റവും കൂടുതൽ സ്പേസ് വേണ്ടത്, ഏരിയ വേണ്ടത്. ബേസിന് ഏറ്റവും കുറവ് ഏരിയയും എമിറ്ററിന് ഒരു മീഡിയം ഏരിയയുമാണ് വേണ്ടത്. കളക്ടറിന് എന്തുകൊണ്ടാണ് ഒരുപാട് ഏരിയ വേണമെന്ന് പറയുന്നത്? കാരണം അവിടെയാണ് എല്ലാ കറണ്ടും കൂടെ വരാൻ പോകുന്നത്. അവിടെ ഹീറ്റ് ഡിസിപ്പേഷനൊക്കെ നടക്കണം.
അപ്പോൾ ഒരു ഹീറ്റ് സിങ്കായിട്ട് കൂടെ കളക്ടർ ആക്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നല്ലോണം ഏരിയ വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള സ്പേസ് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് എത്ര ജംഗ്ഷനുകൾ വരുന്നുണ്ട്? ഈ ബി ഉണ്ട്, ഇതൊരു എൻ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എത്ര പി എൻ ജംഗ്ഷൻ വരുന്നുണ്ട്? ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ വന്നു, ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ വന്നു അല്ലേ? 2 പി എൻ ജംഗ്ഷൻ വരുന്നുണ്ട്. അതിൽ ആദ്യത്തത് ഇ ബി ആണ്, രണ്ടാമത്തത് ബി സി ആണ്. എമിറ്റർ ബേസും ഉണ്ട്, ബേസ് കളക്ടറും ഉണ്ട് അല്ലേ? അപ്പോൾ എമിറ്റർ ബേസിനകത്ത് അത് ഫോർവേഡ് ബയാസ്ഡും കളക്ടർ ബേസ് ആണ് കേട്ടോ. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡുമായാൽ അതിനെ എന്തു പറയും? നമ്മൾ ആക്റ്റീവ് റീജിയണിലാണ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫും ആറും ആണ്. അതായത് ഓർഡറിൽ അങ്ങനെ ഓർത്ത് വയ്ക്കുക. എമിറ്റർ ബേസ് ആദ്യം വന്നു, ജംഗ്ഷൻ വന്നു, പിന്നെ കളക്ടർ ബേസ് ജംഗ്ഷൻ വന്നു. ഓക്കെ, അപ്പോൾ എഫും ആറും, അതായത് എമിറ്റർ ബേസ് ഫോർവേഡും ഇത് റിവേഴ്സും ആയാൽ എന്ത് സംഭവിക്കും? അത് ആക്റ്റീവ് റീജിയൻ ആണ്. അപ്പോൾ ആക്റ്റീവിന് ഓർത്തിരിക്കാൻ പറ്റിയ മാർഗം എന്താണ്? FAR, അതായത് ഫോർവേഡും റിവേഴ്സും വന്നാൽ ആക്റ്റീവാണ്. ഇനി സാച്ചുറേഷനും കട്ട് ഓഫും. സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഫോർവേഡ് ആയാൽ, ഫോർവേഡ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ രണ്ടും റിവേഴ്സ് ആയാൽ, അപ്പോൾ രണ്ടും ഫോർവേഡ് ആയി കഴിഞ്ഞാൽ ഇത് ഓൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇതും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. രണ്ട് ജംഗ്ഷനും ഫോർവേഡ് ബയസ് ആയിക്കഴിഞ്ഞാലാണ് ഒരു ട്രാൻസിസ്റ്റർ ഓൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുക. രണ്ടും റിവേഴ്സ് ബയസ് ആയിക്കഴിഞ്ഞാൽ ഓഫ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? രണ്ട് ജംഗ്ഷനുകളും ഫോർവേഡ് ബയസും ആവണം, അല്ലെങ്കിൽ റിവേഴ്സ് ബയസ് ആവണം. ഓക്കെ, അപ്പോൾ സാച്ചുറേഷനിലും കട്ട് ഓഫിലുമാണ് അത് അങ്ങനെ സംഭവിക്കുക. ഇനി ഫാറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിവേഴ്സ് ആക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇത് റിവേഴ്സും ഇത് ആക്റ്റീവ് റീജിയണിലും വരും. പക്ഷേ അതൊരിക്കലും അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. അത് അറ്റന്വേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അത് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഇതല്ല. ഓക്കെ, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഈ ആംപ്ലിഫയർ മോഡിലാണ്, അതായത് ഫാർ എന്ന് പറയുന്ന മോഡിലാണ്. അത് ഓർത്ത് വയ്ക്കുക, ഫാറാണ്, അതായത് ഫോർവേഡിൽ റിവേഴ്സിലും. ആദ്യത്തെ ജംഗ്ഷൻ ഫോർവേഡിലും രണ്ടാമത്തെ ജംഗ്ഷൻ റിവേഴ്സിലും ആകുമ്പോൾ ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഫാറായിട്ട് ആക്ട് ചെയ്യുന്നു, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതാണ് എപ്പോഴും നമ്മൾ നോർമലി ബയാസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്തു വെക്കുക കേട്ടോ. അടുത്തത് ഇനി PNP ട്രാൻസിസ്റ്റർ വിത്ത് നോർമൽ ബയാസ്. കണ്ടോ, ഇപ്പം നമ്മൾ പറഞ്ഞ നോർമൽ ബയാസിനെ കുറിച്ചാണ്. ഓൺലി ഹോൾസ് ക്രോസ് ദ ജംഗ്ഷൻ അല്ല, ഹോൾസ് മാത്രമൊന്നുമല്ല ക്രോസ് ചെയ്യുക. ഓൺലി ഇലക്ട്രോൺസ് ക്രോസ് ദ ജംഗ്ഷൻ അല്ല. കളക്ടർ ജംഗ്ഷൻ ഹാസ് ലോ റെസിസ്റ്റൻസ് അല്ല. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ, അപ്പോൾ PNP ആയാലും NPN ആയാലും നോർമൽ ബയാസിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ആക്റ്റീവ് മോഡിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ സ്വിച്ചിങ് ഓഫ് പവർ വിത്ത് എ PNP ട്രാൻസിസ്റ്റർ ഇസ് കോൾഡ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ് PSCക്കകത്ത്. ലെക്ചർ ഇലക്ട്രോണിക്സിലോ ഡെമോൺസ്ട്രേറ്ററിലോ ചോദിച്ചൊരു ചോദ്യമാണ്. സ്വിച്ചിങ് ഓഫ് പവർ വിത്ത് PNP ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സോഴ്സിങ് കറണ്ട് എന്നാണ് പറയുക കേട്ടോ. അതായത് ഒരു PNP ട്രാൻസിസ്റ്റർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? അത് ലോഡിലേക്ക് അങ്ങോട്ട് കറണ്ട് കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് സോഴ്സിങ് കറണ്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അപ്പോൾ ഇപ്പോൾ നമ്മൾ കോമൺ ബേസ്, കോമൺ കളക്ടർ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻസിൻ്റെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണെങ്കിൽ BJT ഹാസ് ഡാഷ് ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ഡാഷ് ഔട്ട്പുട്ട് ഇംപിഡൻസ്. BJTക്കകത്ത് ഇൻപുട്ട് ഇംപിഡൻസ് എന്തായിരിക്കും, ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. കോമൺ ബേസ് ആണെങ്കിൽ ലോയും ഹൈയും ആയിരിക്കും കേട്ടോ. ലോ ഇൻപുട്ട് ഇംപിഡൻസും ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസുമായിരിക്കും BJTക്കകത്ത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കമ്പാരിസൺ ചാർട്ട് ഒന്ന് നോക്കാം. ഇവിടെ നോക്കൂ, കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടറിൻ്റെ കമ്പാരിസൺ ചാർട്ടാണ്. അതായത് ഒരൊറ്റ കാര്യം ഓർത്ത് വയ്ക്കുക. ഒരു പോയിന്റ് ഇതിൽ ഓർത്ത് വെച്ചാൽ ബാക്കിയെല്ലാം തനിയെ നമുക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് കോമൺ കളക്ടറിനെ നമ്മളെപ്പോഴും വോൾട്ടേജ് ഫോളോവർ എന്നാണ് വിളിക്കുക. ഓക്കെ, അത് നമുക്കറിയാലോ. വോൾട്ടേജ് ഫോളോവർ അല്ലെങ്കിൽ വോൾട്ടേജ് ബഫർ എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ അതെപ്പോഴും യൂണിറ്റി എന്നാണ് നമ്മൾ പറയുക. ഐഡിയലി കോമൺ കളക്ടറിൻ്റെ ഗെയിൻ യൂണിറ്റി ആണെന്നാണ് പറയുക. ഐഡിയലി ആണ്, ശരിക്കും അത് യൂണിറ്റി ആവണമെന്നില്ല, എപ്പോഴും കുറവായിരിക്കും. പക്ഷേ ഐഡിയലി യൂണിറ്റി ആണെന്ന് നമ്മൾ പറയുക. ഓക്കെ, 1 ആണെന്ന് നമ്മൾ പറയുക. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഫോളോവറായിട്ടും വോൾട്ടേജ് ബഫറായിട്ടൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കോമൺ കളക്ടർ എങ്ങനെയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോമൺ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ ബേസും കോമൺ കളക്ടറും ഭയങ്കര എനിമീസാണ്. അപ്പോൾ കോമൺ കളക്ടറിന് ഇവിടെ യൂണിറ്റി ആണെങ്കിൽ ഇവിടെ
വോൾട്ടേജ് ഗെയിനോ ഹയസ്റ്റ് ആയിരിക്കും നമ്മുടെ കോമൺ ബേസിന്. ഇനി കറണ്ട് ഗെയിൻ നോക്കിയേ. കറണ്ട് ഗെയിൻ ഇവിടെ കോമൺ ബേസിന് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ പറയാം. പക്ഷെ ശരിക്കും അത് ഒരിക്കലും 1 ആവില്ല. പക്ഷെ ഐഡിയലി നമ്മൾ 1 എന്നാണ് പറയാം. അപ്പോൾ ഇതിനെ കറണ്ട് ബഫർ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, കറണ്ട് ബഫറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കോമൺ ബേസിന് 1 വരുമ്പോൾ കോമൺ കളക്ടറിൻ്റെ അവിടെ കറണ്ട് ഗെയിൻ എന്ത് വന്നു? വളരെ ഹൈ ആയിട്ട് വന്നു. നമ്മുടെ കോമൺ എമിറ്റർ ഉണ്ടല്ലോ, ഈ കോമൺ ബേസിൻ്റെയും കോമൺ കളക്ടറിൻ്റെ ഇടയിൽ കിടന്ന് പലയുന്ന ഒരു പാവമാണ് ഈ കോമൺ എമിറ്റർ. ഇവർ രണ്ടുപേരുടെ ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും നമ്മുടെ കോമൺ എമിറ്ററിന് മിക്കപ്പോഴും ഉണ്ടാവുക. അതായത് ഇവിടെ 1 ആണ്, ഇവിടെ വളരെ ഹൈ ആണെങ്കിൽ ഇവിടെ ഹൈ ആയിരിക്കും. ഇവിടെ ഹൈയസ്റ്റും ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ നടുക്ക് വീണ്ടും ഒരു ഹൈ ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ കോമൺ എമിറ്റർ എപ്പോഴും ഇതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഇപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും അതേപോലെ തന്നെ നോക്കുക. അപ്പോൾ വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും മനസ്സിലായല്ലോ. ഒരൊറ്റ പോയിന്റ് ഓർത്ത് വെച്ചാൽ ഈ 3 എണ്ണത്തിൻ്റെയും വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും കിട്ടും. ഇനി അടുത്തത് ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും നോക്കി നോക്കിയേ. കോമൺ കളക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അതേപോലെ അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി, ബാക്കിയെല്ലാം തനിയെ വരും. അതായത് കോമൺ കളക്ടർ വളരെ ഹൈ ആണെങ്കിൽ കോമൺ ബേസോ വളരെ ലോ ആയിരിക്കും ഇൻപുട്ട് ഇമ്പിഡൻസ്. ഓക്കെ, അത് 50 ഓം ഉള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വളരെ ഹൈ ആണ്, 1 മെഗാ ഓം ഉണ്ട്. ഇനി കോമൺ കളക്ടറിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസോ വളരെ ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഹൈ ആണ്, കോമൺ കളക്ടറിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആണെന്നൊരു പോയിന്റ് ഓർത്ത് വെച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും തനിയെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതേപോലെ കോമൺ എമിറ്റർ ആണെങ്കിൽ മോഡറേറ്റ് ആണ്. ഇവിടെ ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും മോഡറേറ്റ് ആണ്. ഇനി ഇതിലൊക്കെ ഇവർ തമ്മിൽ ഭയങ്കര അടിയാണെങ്കിലും ഫേസ് ഇൻവേർഷൻ, അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എത്രയാണ് ഫേസ് ഡിഫറൻസ്? 0 ഡിഗ്രിയാണ് കേട്ടോ. കോമൺ ബേസിനും കോമൺ കളക്ടറും ഒരേപോലെയാണ്. എന്നാൽ കോമൺ എമിറ്ററിന് 180 ഡിഗ്രീസാണ് ഫേസ് ഷിഫ്റ്റ്. അതായത് ഇൻപുട്ട് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ കോമൺ എമിറ്ററിൽ ഔട്ട്പുട്ട്, ഇപ്പോൾ വോൾട്ടേജ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നല്ലോണം ഇൻവേർട്ടഡും ആയിരിക്കും, നല്ലോണം ആംപ്ലിഫൈഡും ആയിരിക്കും കേട്ടോ. ആംപ്ലിഫൈഡ് ഇൻവേർട്ടഡ് ആണ് വരിക. അപ്പോൾ 180 ഡിഗ്രീസ് ഫേസ് ചേഞ്ച് ഇതിനുണ്ടാവും കോമൺ എമിറ്ററിന് കേട്ടോ. ഇനി പവർ ഗെയിൻ നമുക്ക് നോക്കി നോക്കാം. പവർ ഗെയിൻ എന്ന് പറയുമ്പോൾ കറണ്ട് ഗെയിൻ വളരെ കുറവും വോൾട്ടേജ് ഗെയിൻ വളരെ കൂടുതലുമുള്ള കോമൺ ബേസിൻ്റെ കറണ്ട് ഗെയിൻ മോഡറേറ്റ് ആയിരിക്കും. കാരണം എന്താ? പവർ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു കറണ്ട് ഗെയിൻ അല്ലേ? അപ്പോൾ വളരെ കുറവും വളരെ ഹൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു മോഡറേറ്റ് ഗെയിനേ വരുള്ളൂ. അതേപോലെ കോമൺ കളക്ടറിന് മോഡറേറ്റ് ആയിട്ടുള്ള പവർ ഗെയിനാണ് വരിക. എന്നാൽ കോമൺ എമിറ്ററിന് വളരെ ഹൈ പവർ ഗെയിനാണ് വരിക. കാരണം എന്തുകൊണ്ടാണ്? അതിന് അത്യാവശ്യം നല്ല വോൾട്ടേജ് ഗെയിനും നല്ല കറണ്ട് ഗെയിനും ഉണ്ട്. ഹയസ്റ്റ് കറണ്ട് ഗെയിനും ഹയസ്റ്റ് വോൾട്ടേജ് ഗെയിനും ഒന്നും അല്ലെങ്കിലും ഹൈ ആണ്. കറണ്ട് ഗെയിനും വോൾട്ടേജ് ഗെയിനും ഹൈ ആണ്. അതുകൊണ്ട് തന്നെ പവർ ഗെയിൻ വളരെ കൂടുതലാണ്. അപ്പോൾ മാക്സിമം പവർ ഗെയിൻ ആർക്കാണ് കിട്ടുക? കോമൺ എമിറ്ററിനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആംപ്ലിഫയർ ആപ്ലിക്കേഷൻസിന് ആരാണ് ഉപയോഗിക്കുക? കോമൺ എമിറ്ററിനെയാണ് ഉപയോഗിക്കുക. കോമൺ കളക്ടറിനെ എവിടെയാണ് ഉപയോഗിക്കുക? നമുക്കതിനെ ഇംപിഡൻസ് മാച്ചിങ് സർക്യൂട്ടുകളിൽ ബഫറിലൊക്കെയാണ് അത് ഉപയോഗിക്കുക കേട്ടോ, കോമൺ കളക്ടർ. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം നമുക്കിനി അപ്പോൾ ഈ ടേബിൾ ഫുള്ള് പഠിച്ചല്ലോ. ഇത് ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എന്ത് ചോദ്യവും നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഡെറിവേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. കറണ്ട് ഗെയിൻ ഇതിനെ ആൽഫ എന്നും, കോമൺ ബേസിൻ്റെ കറണ്ട് ഗെയിനിനെ ആൽഫ എന്നും, കോമൺ എമിറ്ററിൻ്റെ കറണ്ട് ഗെയിനിനെ ബീറ്റ എന്നും, കോമൺ കളക്ടറിൻ്റെ കറണ്ട് ഗെയിനിനെ ഗാമ എന്നുമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് കറണ്ട് ഗെയിൻ. അപ്പോൾ കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ, ഇത് കൂടാതെ ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്, ഡാർലിംഗ്ടൺ കോൺഫിഗറേഷൻ ഇൻ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ ഡാർലിംഗ്ടൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഡാർലിംഗ്ടൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോമൺ എമിറ്റേഴ്സിനെ ഡാർലിംഗ്ടൺ പെയറായിട്ട് കോൺഫിഗർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും കറണ്ട് ഗെയിൻ നമുക്ക് നോക്കി നോക്കാം. കോമൺ ബേസിൻ്റെ നമ്മൾ പറഞ്ഞു അത് ആൽഫയാണെന്ന്, അത് <1 ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ബീറ്റയാണ് അല്ലേ? ബീറ്റ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ ആയിട്ടുള്ള വാല്യൂ ആണ്. ഇനി കോമൺ കളക്ടറിൻ്റെ ഗാമയാണ് ഹയസ്റ്റ് വാല്യൂ. ഓക്കെ, ഹയസ്റ്റ് വാല്യൂ ഗാമയാണ്. പക്ഷേ ഡാർലിംഗ്ടൺ പെയർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അതിൻ്റെ വാല്യൂ എത്രയെന്നറിയോ? അത് കോമൺ എമിറ്റർ, 2 കോമൺ എമിറ്ററുകൾ തമ്മിലാണെങ്കിൽ ബീറ്റ ഇൻറ്റു ബീറ്റ ആയിരിക്കും അതിൻ്റെ വാല്യൂ. അപ്പോൾ ഏറ്റവും കുറവ് ഏതാണ്? കോമൺ ബേസ് ആണ്. ഓക്കെ, ഏറ്റവും കുറവ് കോമൺ ബേസ് ആണ്. അപ്പോൾ ബി വന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ കോമൺ എമിറ്റർ ആണ്. അപ്പോൾ എ വന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത്
കോമൺ കളക്ടറാണ്, സി വന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് ബീറ്റയാണ് കേട്ടോ. അപ്പോൾ ഗാമയല്ലേ ഇവിടെ ഹയസ്റ്റ് എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷേ ഗാമയും ബീറ്റയും തമ്മിലുണ്ടല്ലോ. ഗാമ എന്ന് പറഞ്ഞാൽ ബീറ്റ പ്ലസ് 1 ആണ്. വെറുതെ ഒരു ബീറ്റ പ്ലസ് 1 മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ബീറ്റ മിക്കവാറും ഒരു 90 to 100 ഒക്കെ അടുത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ 99 ആണെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ 99 + 1 എന്ന് പറയുന്നത് ഒരു 100 മാക്സിമം ഗാമ കിട്ടുന്നുള്ളൂ. എന്നാൽ ഇവിടെ 99 × 99 ആണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഡാർലിംഗ്ടൺ ബെയറിനായിരിക്കും കേട്ടോ. അപ്പോൾ ഡി ആണ് ഏറ്റവും ഹയസ്റ്റ്. അപ്പോൾ ഇൻക്രീസിങ് ഓർഡറിൽ വരുമ്പോൾ BACD എന്ന് വരും. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് CB കോൺഫിഗറേഷൻ? CB ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. കറണ്ട് ഗെയിൻ ഓഫ് ഐഡിയൽ CB ആംപ്ലിഫയർ ഇസ് യൂണിറ്റി. അതെ, ഐഡിയൽ കോമൺ ബേസ് ആംപ്ലിഫയർ ആണെങ്കിൽ കറണ്ട് ഗെയിൻ യൂണിറ്റിയാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആൽഫ യൂണിറ്റിയാണ് എങ്ങനെ ഐഡിയൽ ആണെങ്കിൽ കേട്ടോ. ഇനി വോൾട്ടേജ് ഗെയിൻ ഇസ് യൂണിറ്റി. വോൾട്ടേജ് ഗെയിൻ യൂണിറ്റി വരുന്നത് കോമൺ കളക്ടറിനാണ്. ഓക്കെ, അപ്പോൾ അത് കോമൺ ബേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് 180 ഡിഗ്രി. അത് കോമൺ എമിറ്ററിൻ്റെ ആണ്. അതും കോമൺ ബേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ആകെയുള്ള ഉത്തരം എ ആണ്. ഓൺലി എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. അപ്പോൾ ചാർട്ട് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം കിട്ടിയല്ലോ. കമ്പാരിസൺ ചാർട്ടിലെല്ലാം നമുക്ക് ബൈ ഹാർട്ട് അറിയണം കേട്ടോ, എല്ലാ കാര്യങ്ങളും. അത് പഠിക്കാനുള്ള മെത്തേഡും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ഓഫ് ആംപ്ലിഫയർ? അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എത്രയാണ് അവിടെ പറഞ്ഞിരുന്നത്? ഒരു 10-300 ഒക്കെ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓംസ് വളരെ കുറവായിരിക്കും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് കോമൺ കളക്ടർ എന്ന് പറഞ്ഞാൽ വെരി ലോ ആണ്. അത് ഓർത്തു വയ്ക്കുക. അപ്പോൾ കുറവാണ്. ലോ ആണെന്ന് പറഞ്ഞാൽ 1 ഓമിനേക്കാളും കുറവ് പോയില്ല. നമുക്കൊന്ന് ഓപ്ഷൻസ് നോക്കാം. ലെസ് ദാൻ 100 ഓം, മോർ ദാൻ 1000 ഓം, ഇതെന്തായാലും വരില്ല. മോർ ദാൻ 10 കിലോ ഓം, ഇതും വരില്ല. ലെസ് ദാൻ 1 ഓം, ഇതൊട്ടും വരില്ല കേട്ടോ. ലെസ് ദാൻ 1 ഓം ഒന്നും ഒരിക്കലും വരില്ല. ലെസ് ദാൻ 100 ഓം ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, കറണ്ട് ഗെയിൻ ഓഫ് കോമൺ ബേസ് ആംപ്ലിഫയർസ്. കോമൺ ബേസ് ആംപ്ലിഫയറിന്റെ കറണ്ട് ഗെയിൻ എന്താണെന്ന് നമ്മൾ പഠിച്ച ആൽഫയാണോ? ആൽഫ ബൈ 1 - ആൽഫയാണോ? ബീറ്റയാണോ? ഗാമയാണോ? ഇത് ആൽഫ എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, കറണ്ട് ഗെയിൻ ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർസ്. കറണ്ട് ഗെയിൻ ഓഫ് കോമൺ എമിറ്റർ നമ്മൾ പഠിച്ചത് ബീറ്റ എന്നാണ് അല്ലേ. പക്ഷേ ഇവിടെ തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ആൽഫ. ആൽഫ എന്തായാലും അല്ല. ആൽഫ ബൈ 1 - ആൽഫ സത്യമാണ് കേട്ടോ. ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ബൈ 1 - ആൽഫയാണ്. 1/1 - ആൽഫ അല്ല, 1 + ആൽഫ, ഇതൊന്നും അല്ല കേട്ടോ. അപ്പോൾ കറണ്ട് ഗെയിൻ ഓഫ് കോമൺ എമിറ്റർ എന്താണ്? ബീറ്റയാണ്. അതിപ്പോൾ ബീറ്റ തന്നിട്ടില്ല. ബീറ്റയുടെ വാല്യൂ എന്താ തന്നിട്ടുള്ള? ആൽഫ ബൈ 1 - ആൽഫ എന്നാണ്. ഇതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇതൊരെണ്ണം പഠിച്ചു വെക്കുക. ബീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ ബൈ 1 - ആൽഫ എന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ആൽഫനെ എന്ത് പറയാം? ബീറ്റ ബൈ 1 + ബീറ്റ എന്നും പറയാം. ഇതിലേതാണോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം അത് പഠിച്ചു വെക്കുക. ഇതിനൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരട്ടെ. ആൽഫ നമുക്കറിയാം എന്താണ്? ലെസ് ദാൻ 1 ആണ് അല്ലേ. അപ്പോൾ ആൽഫ ലെസ് ദാൻ 1 ആയതുകൊണ്ട് തന്നെ ബീറ്റ ഡിവൈഡഡ് ബൈ 1 + ബീറ്റ എന്ന് പഠിക്കാൻ എളുപ്പമല്ലേ. കാരണം എന്താ, ഇവിടെ ഇപ്പോൾ ഒരു 99 വന്നു ബീറ്റ എന്ന് പറയുന്നത്. 99 ബൈ 1 + 99 എന്ന് പറയുമ്പോൾ 100 എന്ന് വന്നു. അപ്പോൾ ആൽഫ എത്ര വന്നു? 0.99 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ആൽഫ നമുക്കറിയാം എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ബീറ്റ എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ചെറിയ വാല്യൂ ഡിവൈഡഡ് ബൈ വലിയ വാല്യൂ ആണ്. അപ്പോൾ ഇത് ലെസ് ദാൻ 1 ആണ്. ഒരു 0.9 ഒക്കെ അടുത്ത് വരും. അങ്ങനെ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ബീറ്റ ബൈ 1 + ബീറ്റ എന്ന് പഠിച്ചു വയ്ക്കുക ആൽഫേനെ. അപ്പോൾ അത് പെട്ടെന്ന് ആൽഫ ഈക്വൽ ടു ബീറ്റ ബൈ 1 + ബീറ്റ എപ്പോഴും ഓർത്ത് വെച്ചാൽ മതി. അതായത് ആൽഫയുടെ വാല്യൂ ചെറുതാന്ന് ഓർക്കുക. ഒരു 0.9ൻ്റെ അടുത്ത് വരും. അപ്പോൾ ബീറ്റ ഡിവൈഡഡ് ബൈ 1 + ബീറ്റ, അപ്പോൾ ശരിയാവും. ഒരു 0.9ൻ്റെ അടുത്ത് വരും നമുക്ക് വാല്യൂ. അപ്പോൾ കറക്റ്റായി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബീറ്റ ബൈ 1 + ബീറ്റ എന്ന് പറഞ്ഞാൽ എന്തായി? അപ്പോൾ ബീറ്റ ഈക്വൽ ടു എന്ന് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ? 1 + ബീറ്റ ഇൻറ്റു ആൽഫ ഈക്വൽ ടു ബീറ്റ അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ ആൽഫ പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു ബീറ്റ. ഇനി ബീറ്റയുടെ ടേംസ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ആൽഫ ബീറ്റ, അല്ലെങ്കിൽ എന്ത് പറയാം? ബീറ്റ ഇൻറ്റു 1 - ആൽഫ എന്നും ഇതിനെ പറയാം. അപ്പോൾ അതായത് എങ്ങനെ വന്നു? ആൽഫ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു 1 - ആൽഫ. ബീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ ബൈ 1 - ആൽഫ. കിട്ടിയ? ആൽഫ ബൈ 1 - ആൽഫ. എളുപ്പം കിട്ടിയില്ലേ?
അപ്പോൾ ഒരു വാല്യൂ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി, ബാക്കി തനിയെ വന്നോളും. അതേപോലെ തന്നെ ഗാമയുടെ വാല്യൂ 1 + ബീറ്റയാണ് കേട്ടോ. ഗാമ 1 + ബീറ്റയാണ്. ഓക്കെ, അപ്പോൾ ബീറ്റ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം, ബീറ്റ ബൈ ഗാമ എന്നും കൂടെ പറയാം കേട്ടോ. ആൽഫ = ബീറ്റ ബൈ ഗാമ എന്നൊരു ഇതും കൂടെ ഉണ്ട്. 1 + ബീറ്റയാണ് ഗാമ എന്ന് പറയുന്നത്. ഗാമ ആരാണ്? കോമൺ കളക്ടറിൻ്റെ ഗെയിൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, The most commonly used transistor configuration for amplifiers. നമുക്കറിയാം ആംപ്ലിഫയറിന് ഏതാണ്? കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണോ? അല്ല. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണോ? അതെ. കോമൺ എമിറ്റർ ഷോർട്ടഡ് കോൺഫിഗറേഷൻ ആണോ? അല്ല കേട്ടോ. കോമൺ കളക്ടർ ആണോ? അതും അല്ല. അപ്പോൾ കോമൺ എമിറ്റർ ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്തത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ട്രാൻസിസ്റ്റർ ഫോർ സ്വിച്ചിങ് ഡിവൈസ്. സ്വിച്ചിങ് ഡിവൈസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ടെൻഷൻ വരും, സ്വിച്ച് ഓൺ ഓഫ് അപ്പോൾ ഏത് എന്നൊക്കെ ഭയങ്കര ടെൻഷൻ വരും. പേടിക്കന്നെ വേണ്ട, അത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. നമ്മൾ സ്വിച്ചിങ് ഡിവൈസായിട്ട് കോൺഫിഗർ ചെയ്യുമ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ, ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യുന്ന സ്വിച്ചിങ് ഡിവൈസിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ്. ഇതൊരിക്കൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ സി ബി കോൺഫിഗറേഷൻ ഔട്ട്പുട്ട് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ദ പ്ലോട്ട് ഓഫ്. ഇതാണ് നമ്മൾ വ്യക്തമായിട്ട് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അറിഞ്ഞിരിക്കണം. വി ഐ ക്യാര, ഔട്ട്പുട്ട് ക്യാര എങ്ങനെയാണ്, ഇൻപുട്ട് ക്യാര എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കാം. ഇതിൻ്റെ ഉത്തരം എന്താന്ന്? ഔട്ട്പുട്ട് വി ഐ ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോമൺ ബേസ് അല്ലേ? കോമൺ ബേസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ എമിറ്റർ ഉണ്ടാവും, ഇവിടെ ബേസ് ഉണ്ടാവും, ഇവിടെ കളക്ടർ ഉണ്ടാവും. അപ്പോൾ ഇൻപുട്ടിൻ്റെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? EU ആണ്. എമിറ്ററാണ് ഇൻപുട്ടിൻ്റെ ഭാഗം. കളക്ടർ എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കോമൺ ബേസ് കോൺഫിഗറേഷനെ ഗ്രൗണ്ടഡ് ബേസ് എന്നും പറയും. ഓക്കെ, ഗ്രൗണ്ടഡ് ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയും, CB കോൺഫിഗറേഷനെ. അതേപോലെ കോമൺ എമിറ്ററിനെ ഗ്രൗണ്ടഡ് എമിറ്റർ എന്നും പറയാറുണ്ട്, ഗ്രൗണ്ടഡ് എമിറ്റർ എന്ന് പറയാറുണ്ട്. കോമൺ കളക്ടറിനെ ഗ്രൗണ്ടഡ് കളക്ടർ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോൺഫിഗറേഷനകത്ത്, കോമൺ ബേസ് കോൺഫിഗറേഷനകത്ത് നമ്മുടെ ഔട്ട്പുട്ട് ക്യാരയാണ് ചോദിച്ചിട്ടുള്ളത്. ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുമ്പോൾ എന്തൊക്കെ തമ്മിലാണ് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കേണ്ടത്? നമ്മൾ വോൾട്ടേജ് വേഴ്സസ് കറണ്ട് അല്ലേ? വോൾട്ടേജ് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് വേഴ്സസ് ഔട്ട്പുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് എന്താ? കളക്ടർ കറണ്ട് അല്ലേ? കളക്ടർ കറണ്ട് IC വരച്ചിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ? VCB അല്ലേ? അത് VCB വരച്ചിട്ടുണ്ട്. വിത്ത് എന്ത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കും? ഈ IE എന്ന് പറയുന്ന കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. ഓക്കെ, ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് വേഴ്സസ് ഔട്ട്പുട്ട് കറണ്ട് വരയ്ക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ VCB വേഴ്സസ് IC വിത്ത് IE കോൺസ്റ്റൻറ്റ്, VCB വേഴ്സസ് IC വിത്ത് IE കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആദ്യത്തെയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. മനസ്സിലായല്ലോ അല്ലേ? ഇനിയിപ്പോൾ ഇതിൻ്റെ തന്നെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു ചോദിച്ചത് എങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാനെ? ബിയുടെ ഇൻപുട്ട് ക്യാരയാണെങ്കിൽ എന്തൊക്കെ തമ്മിലായേനെ? ഇൻപുട്ട് ക്യാര എന്ന് പറയുമ്പോൾ നമ്മുടെ IE എന്ന് പറയുന്ന കറണ്ടാണ് ഇവിടെ വരാൻ പോകുന്നത്. VEB എന്ന് പറയുന്ന അല്ലേ, ഈ കറണ്ടാണ്, എമിറ്റർ കറണ്ടാണ് ഇൻപുട്ട് കറണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? VEB എന്ന് പറയുന്നതാണ് അല്ലേ? ഫോർ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഓഫ് VCB ആണ് കേട്ടോ. ഫോർ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇൻപുട്ട് കറണ്ട് വേഴ്സസ് ഇൻപുട്ട് വോൾട്ടേജ് ഫോർ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഇൻപുട്ട് ക്യാര എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ഡയോഡ് ക്യാരയൊക്കെ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തതും പ്ലോട്ട് തന്നെയാണ്. ദ ബീറ്റ ഓഫ് എ ട്രാൻസിസ്റ്റർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഡയറക്ട്ലി ഫ്രം ദി പ്ലോട്ട് ഓഫ്. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് CE അല്ലേ? CEയുടെ എന്തിൽ നിന്ന്? കോമൺ എമിറ്ററിൻ്റെ എന്ത് പ്ലോട്ടിൽ നിന്നാണ് ശരിക്കും ബീറ്റ കിട്ടുക എന്നറിയോ? CEയുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ടിൽ നിന്നാണ്. ഓക്കെ, ഔട്ട്പുട്ട് ക്യാര നിന്നാണ് നമുക്കിത് ബീറ്റ നേരിട്ട് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. CEയുടെ ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, കോമൺ എമിറ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ കോമൺ എമിറ്റർ വരയ്ക്കുക,
അപ്പോൾ ബേസ് ഉണ്ട്, എമിറ്റർ ഉണ്ട്, കളക്ടർ ഉണ്ട്. ഇത് ഗ്രൗണ്ടഡ് എമിറ്റർ എന്നും പറയും, കോമൺ എമിറ്ററിനെ. ഇതിനെ നമ്മൾ ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൽ എന്തൊക്കെയാണുള്ളത്? ഔട്ട്പുട്ട് വോൾട്ടേജ് VCE ആണ്. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ടാണ്. IC എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കളക്ടർ കറണ്ടാണ്. വിത്ത് ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റൻറ്റ്, വിത്ത് IB കോൺസ്റ്റൻറ്റ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ബീറ്റ കിട്ടുക? ഇപ്പോൾ അറ്റ് ദിസ് പോയിന്റ് ബീറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീറ്റ എന്താണ്? IB എന്ന് പറയുന്നത് 30 മൈക്രോ ആംപിയർ ആണ്. ഇവിടെ ഈ സമയത്തുള്ള IC എന്ന് പറയുന്നത് എന്താണ്? ഏകദേശം ഒരു 3 അല്ലേ? 3 മില്ലി ആംപിയർ ആണ് അല്ലേ? അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് കറണ്ട്, അതായത് IC ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് IB ആണ് അറ്റ് VCE. ഓക്കെ, അറ്റ് VCE ഈസ് ഈക്വൽ ടു, ഇപ്പോൾ VCയുടെ ഈ പോയിന്റ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരു 5 വോൾട്ട്, VC 5 വോൾട്ട് എത്തുമ്പോൾ എത്രയാണ് ബീറ്റ എന്ന് നോക്കിയേ. IC എത്രയാണ് വന്നത്? IC എന്ന് പറയുന്നത് 3 മില്ലി ആംപിയർ വന്നു, ഡിവൈഡഡ് ബൈ IB എന്ന് പറയുന്നത് 30 മൈക്രോ ആംപിയറും വന്നു. അപ്പോൾ എത്ര കിട്ടും? 3 മില്ലി ഡിവൈഡഡ് ബൈ 30 മൈക്രോ. 3 മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ × 10⁻³ 30 മൈക്രോ എന്ന് പറഞ്ഞാൽ 30 × 10⁻⁶. അപ്പോൾ എത്ര വരും? -3 ഇവിടെ നിന്ന് പോവും. അപ്പോൾ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക? ഒരു -3 കൂടെ കാണത്തുള്ളൂ. അപ്പോൾ ഇവിടെ 3 × 10⁻² എന്ന് വരും. അപ്പോൾ 1/10⁻² അല്ലെങ്കിൽ 10² അല്ലെങ്കിൽ 100 ബീറ്റ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് ഈ ക്യാരിയിൽ നിന്ന് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ്? VCE വേഴ്സസ് IC ഫോർ കോൺസ്റ്റന്റ് വാല്യൂസ് ഓഫ് IB ആണെങ്കിൽ നമുക്ക് ബീറ്റ നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ B ആണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം കേട്ടോ. VCE വേഴ്സസ് IC ഫോർ കോൺസ്റ്റന്റ് വാല്യൂസ് ഓഫ് IB. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. If emitter and collector terminals of BJT are interchanged by mistake, interchange ചെയ്യാൻ പാടില്ല കേട്ടോ. എമിറ്ററും കളക്ടറും ഒരു BJTയുടെ ഒരിക്കലും ഇന്റർചേഞ്ച് ചെയ്യാൻ പാടില്ല. എമിറ്റർ, ബേസ്, കളക്ടർ എന്ന് പറയുന്ന 3 കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇവിടെ, ഇവരെ ഇന്റർചേഞ്ച് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? ഡോപ്പിംഗ് 3നും വ്യത്യാസമുണ്ട്. ഏറ്റവും ഹയസ്റ്റ് ഇവനാണ്, ഏറ്റവും മീഡിയം ഡോപ്പിംഗ് ഉള്ളത് കളക്ടറിനാണ്, ബേസിനാണെങ്കിൽ ലോവസ്റ്റ് ഡോപ്പിംഗ് ആണ്. അതേപോലെ ഏരിയ വൈസ് ആണെങ്കിലോ ഹയസ്റ്റ് എന്ന് പറയില്ല, ലാർജസ്റ്റ് ഏരിയ കളക്ടറിനാണ്. എമിറ്ററിനാണെങ്കിൽ ഒരു മീഡിയം ഏരിയ വേണം. അതേപോലെ ബേസിനാണെങ്കിലോ ലീസ്റ്റ് ഏരിയ മതി. ഓക്കെ, അപ്പോൾ പലതും എമിറ്ററിൻ്റെയും കളക്ടറിൻ്റെയും പലതും വ്യത്യാസമാണ്. ഡോപ്പിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഒക്കെ വ്യത്യാസമുണ്ട്. ഇവരെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പാടില്ല. പക്ഷേ അറിയാതെ നമ്മൾ ഇൻ്റർചേഞ്ച് ആയി പോയി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് എമിറ്ററിന് പകരം കളക്ടറാന്ന് വിചാരിച്ചു, കളക്ടറിന് പകരം എമിറ്ററാന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ സിയും ഇവിടെ ഇയും വന്നാൽ എന്ത് സംഭവിക്കും? ആക്റ്റീവ് റീജിയനിൽ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ, അതായത് ഫാർന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? ഇവിടെ ഇത് ഫോർവേഡും ഇത് റിവേഴ്സും ആയിരുന്നു. അപ്പോൾ ആക്റ്റീവാണ്, ഫാറായിട്ട് നടന്നിരുന്ന ആൾക്കാർ. ഇപ്പോൾ ഇയാൾ ഇവിടേക്ക് വരുമ്പോൾ എന്തായി? ഇത് റിവേഴ്സും ഇത് ഫോർവേഡും ആയി. അപ്പോൾ ഇത് ഇൻവേഴ്സ് ആക്റ്റീവായി അല്ലേ? ഇൻവേഴ്സ് ആക്റ്റീവ് റീജിയൻ ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബീറ്റയ്ക്ക് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ലോവർ ദാൻ ബീറ്റ ഇൻ ദി നോർമൽ മോഡ്. അതൊന്നും അറിഞ്ഞു വെക്കുക കേട്ടോ. ബീറ്റ വിൽ ബി ലോവർ ദാൻ ബീറ്റ ഇൻ ദി നോർമൽ മോഡ്. അടുത്ത ചോദ്യം. In an NPN transistor, the collector current is 30 milliampere. If 80% of the electrons reach the collector, its base current in milliampere is. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇതെങ്ങനെ ചെയ്യും? നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ചോദ്യം ഇതല്ലേ, കളക്ടർ കറണ്ടും എമിറ്റർ കറണ്ടും ബേസ് കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആദ്യം തന്നെ എഴുതാം. I is equal to IC plus IB. അപ്പോൾ IC തന്നിട്ടുണ്ട് 30 മില്ലി ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. കളക്ടർ കറണ്ട് ഇഫ് 80% ഓഫ് ദി ഇലക്ട്രോൺസ്, അപ്പോൾ ഈ 30 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ ഒരു സാധനത്തിൻ്റെ 80% ആണ്. IEയുടെ 80% ആണ്. 80% എന്ന് പറഞ്ഞാൽ 0.8. IEയുടെ 0.8 ആണ് ഈ 30 മില്ലി ആംപിയർ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ IE കണ്ടുപിടിച്ചൂടെ? ഓക്കെ,
30 divided by 0.8 മില്ലി ആംപിയേഴ്സ് ആണ്. ബേസ് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊന്നുമല്ല, ബേസ് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഐയും ഐ സിയും ഉണ്ടെങ്കിൽ ബേസ് കറണ്ട് കണ്ടുപിടിച്ചൂടെ? ഐ മൈനസ് ഐ സി എന്ന് പറഞ്ഞ് ചെയ്തിട്ട് ബേസ് കറണ്ട് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. ഐ ബി ഈസ് ഈക്വൽ ടു ഐ ഇ മൈനസ് ഐ സി വിച്ച് ഇസ് 300 divided by 8 milliamperes minus 30 milliamperes. 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഓക്കെ, ഇതെങ്ങനെ എടുക്കും? 300 divided by 8 എത്രയാണ്? 37.5 ആണ് കേട്ടോ. 37.5 മില്ലി ആംപിയർ മൈനസ് 30 മില്ലി ആംപിയർ എത്രയാണ്? 7.5 മില്ലി ആംപിയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് 7.5 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ബേസ് കറണ്ട് എത്രയാണ്? 7.5 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ദി വാല്യൂ ഓഫ് HFE of CE connection of BJT is 250. What is the value of alpha DC for this BJT? ഓക്കെ, അപ്പോൾ HFE തന്നിട്ടുണ്ട്. HFE എന്ന് പറയുന്നത് എന്താണ്? അത് ബീറ്റയാണ്. ബീറ്റ ഡി സിനെയാണ് ഈ HFE എന്ന് പറയുന്നത് കേട്ടോ. ആൽഫ ഡി സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബീറ്റയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ എന്താ? ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. ഇത് ഓർത്ത് വയ്ക്കാൻ എളുപ്പപ്പണി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് നോക്കാം. ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ 250 ഡിവൈഡഡ് ബൈ ബീറ്റ തന്നിട്ടുണ്ട് 250 ആണല്ലേ. 250 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 250. 250 ബൈ 1 പ്ലസ് 250 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് 0.9 അടുത്തായിരിക്കും നമുക്കറിയാം. അപ്പോൾ ഇതോ ഉത്തരവാം. ഇതാവാം 0.996 ആവാം, 0.9 ആവാം കേട്ടോ. ഇതിപ്പോൾ ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. 250 ഡിവൈഡഡ് ബൈ 251 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് 0 കൂടെ ഇടണം. അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. 9 വെച്ച് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 251 ഇൻറ്റു 9. പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്താൽ മതി? 251 ഇൻറ്റു 10 നമുക്കറിയാം 2510 ആണെന്ന്. അതിൽ നിന്ന് 251 കുറയ്ക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ഓരോ വഴികളൊക്കെയാണ് നമുക്കുള്ളത് കണ്ടുപിടിക്കാനൊക്കെ. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് കിട്ടും 9 കിട്ടും. ഇവിടെ 2259 എന്ന് കിട്ടും. വീണ്ടും സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 10 മൈനസ് 9 1, 9 മൈനസ് 5 4, പിന്നെ ഇവിടെ 4 ആവും. 4 മൈനസ് 2 2, 2410 വന്നു. അപ്പോൾ 2410 എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് കിട്ടി? വീണ്ടും 9 തന്നെ വരണമെന്ന് മനസ്സിലായി. അപ്പോൾ ആൻസർ 0.996 ആണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. In a PNP transistor working in CB configuration, അപ്പോൾ CB കോൺഫിഗറേഷൻ്റെ കറണ്ട് ഗെയിൻ 0.92 ആണ് അത്ര. എമിറ്റർ കറണ്ട് 6 മില്ലി ആംപിയർ ആണ് തന്നിട്ടുണ്ട്. ബേസ് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു CB കോൺഫിഗറേഷൻ്റെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ആൽഫയാണല്ലോ. കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ടാണ്. അപ്പോൾ CB ആണ് കേട്ടോ. CB കോൺഫിഗറേഷനകത്ത് എമിറ്റർ സൈഡാണ്, എമിറ്ററാണ് ഇൻപുട്ട് സൈഡ്, കളക്ടറാണ് ഔട്ട്പുട്ട് സൈഡ്. അപ്പോൾ IC ബൈ IE ആണ് നമ്മുടെ ഈ ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്നുമല്ല, ബേസ് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആൽഫയിൽ നിന്ന്, ആൽഫ എന്ന് പറയുന്നത് 0.92 തന്നിട്ടുണ്ട്. എമിറ്റർ കറണ്ട് 6 മില്ലി ആംപിയർ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ IC ഇതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ബേസ് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? IC കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? IE ഈസ് ഈക്വൽ ടു IC പ്ലസ് IB എന്ന് പറയുന്ന ഫോർമുലയിൽ നിന്ന് നമുക്ക് IC കിട്ടും. ഇങ്ങനെയാണിത് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞു തരട്ടെ. IC എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൽ നിന്ന് IC എന്ന് പറയുന്നത് 0.92 ഇൻറ്റു 6 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ IB ഇവിടെ നിന്ന് എന്താണ് നമുക്ക് കിട്ടുക? IE മൈനസ് IC ആണ് കേട്ടോ. IE എന്താണെന്ന് നമുക്കറിയാം. എത്രയാണ്? 6 മില്ലി ആംപിയർ ആണ്. 6 മില്ലി ആംപിയർ മൈനസ് IC എന്ന് പറയുന്നത് എത്രയാണ്? 0.92 ഇൻറ്റു 6 മില്ലി ആംപിയർ കേട്ടോ. അപ്പോൾ 6 മില്ലി ആംപിയർ പുറത്തേക്ക് എടുക്കാമല്ലോ. 1 മൈനസ് 0.92. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് മാത്സ് ഇരുന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനേക്കാട്ടിലും എളുപ്പത്തിൽ ചെയ്യാവുന്ന മെത്തേഡുകളാണ് കേട്ടോ. 1 മൈനസ് 0.92 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.08 ആണ്. അപ്പോൾ 6 ഇൻറ്റു 0.08 ചെയ്താൽ മതി. ഇത്രയും മില്ലി ആംപിയർ ആണ് ഉത്തരം. 6 8 എത്രയാണ്? 48. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 0.48 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ 0.48 മില്ലി ആംപിയർ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കുറേശ്ശെ ടഫാക്കി വരികയാണ്. കറണ്ട് ഗെയിൻ ബീറ്റ ഫോർ എ ട്രാൻസിസ്റ്റർ ഈസ് 49. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ എമിറ്ററിൻ്റെ കറണ്ട് ഗെയിനാണ് ബീറ്റ എന്ന് പറയുന്നത്. 49 തന്നിട്ടുണ്ട്. ആൻഡ് എമിറ്റർ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു 1 മില്ലി ആംപിയർ. ബേസ് കറണ്ട് ഇൻ മൈക്രോ ആംപിയർ ഈസ്, അതാണ് ചോദ്യം. ബേസ് കറണ്ട് ഐ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ബീറ്റ എന്ന് പറയുന്നത് ഐ സി ബൈ ഐ ബി ആണ്. ഐ ഇ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഐ സി എന്ന് പറയുന്ന ആളെ നമുക്ക് ഒട്ടും വേണ്ടല്ലോ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇത് മൊത്തത്തിൽ ഐ സിനെ നമുക്ക് ഐയുടെയും ഐ ബിയുടെയും ടേംസിൽ എഴുതാം. അപ്പോൾ ഐ സിനെ നമുക്ക് എങ്ങനെ ഐ ഇ ഐ ബി എന്ന് ടേംസിൽ എഴുതാൻ പറ്റുക? ഐ ഇ മൈനസ് ഐ ബി എന്ന് എഴുതിക്കൂടെ ഐ സിനെ? ഓക്കെ, ഡിവൈഡഡ് ബൈ ഐ ബി. അതായത് ഐ ഇ ഡിവൈഡഡ് ബൈ ഐ ബി മൈനസ് 1 ആണ് എന്ത്? ബീറ്റ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഐ ബി കിട്ടണം അല്ലേ? ഐ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ ഇ ബൈ ഐ ബി ഇസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ. ഈ 1നെ -1നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 1 പ്ലസ് ബീറ്റ എന്ന് വന്നു. ഇനി ഐ ബി എന്ന് പറയുന്നത് എന്താണ്? ഐ ബിനെ മുകളിലേക്ക് എടുക്കുക എന്ന് വെച്ചാൽ ഐ ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റയാണ്. ഐ ഇ എത്രയാണ്? 1 മില്ലി ആംപിയർ ആണ്. ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 49 ആണ്. അപ്പോൾ 1/50 എന്ന് വരും. 1/50 എന്ന് പറഞ്ഞാൽ അത്രയും മില്ലി ആംപിയർ ആണ് കേട്ടോ. അപ്പോൾ 1/50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 0.02 എന്ന് വരും. അപ്പോൾ അത് മില്ലി ആംപിയറിൽ മൈക്രോനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 20 മൈക്രോ ആംപിയർ എന്നാണ് അതിൻ്റെ ഉത്തരം വരിക. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം. In a transistor, collector current varies by 0.49 milliampere and emitter current varies by 0.50 milliampere. The current gain beta is. ഓക്കെ, അപ്പോൾ കറണ്ട് ഗെയിൻ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ വേരിയേഷൻ തന്നിട്ടുണ്ട്. കളക്ടർ കറണ്ടിൻ്റെ വേരിയേഷനും എമിറ്റർ കറണ്ടിൻ്റെ വേരിയേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി ആണ് എന്ത്? ബീറ്റ എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഡെൽറ്റ ഐ സി തന്നിട്ടുണ്ട്, 0.49 എന്ന് തന്നിട്ടുണ്ട്. ഡെൽറ്റ ഐ ഇയും തന്നിട്ടുണ്ട് കേട്ടോ, 0.50 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഐ ബി വേണമല്ലോ. ഡെൽറ്റ ഐ ബി എന്താണ്? ഡെൽറ്റ ഐ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് മൈനസ് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ എത്രയാണ്? 0.50 മൈനസ് 0.49, അതായത് 0.01 മില്ലി ആംപിയർ. ഇത്രയാണ് ഡെൽറ്റ ഐ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂ അങ്ങോട്ട് ഇട്ടാൽ പോരെ? 0.49 ഡിവൈഡഡ് ബൈ 0.01, 2 മില്ലി ആംപിയറിലാണ്. അപ്പോൾ 49 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 49 ആണ് ഇതിൻ്റെ ഉത്തരം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഇതിലേക്ക് കടക്കാം. ദ കോമൺ കളക്ടർ current gain gamma is 10. Value of common base current gain alpha will be. Okay, അപ്പോൾ ഗാമയുടെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആൽഫയുടെ വാല്യൂ ആണ്. നമുക്ക് നോക്കി നോക്കാം ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരികയെന്ന്. അപ്പോൾ ഗാമ ആൽഫ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഗാമ ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 നമുക്കറിയാമല്ലോ. അതേപോലെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റയാണ്, അല്ലെങ്കിൽ ഇതിനെ ബീറ്റ ബൈ ഗാമ എന്ന് പറയാം. അപ്പോൾ ഗാമ തന്നിട്ടുണ്ടല്ലോ, 10 എന്ന് തന്നിട്ടുണ്ടല്ലോ. ഗാമ 10 ആണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗാമ 10 ആണ്, ബീറ്റ എന്ന് പറയുന്നത് 9 ആയിരിക്കും അല്ലേ? 9 + 1 അല്ലേ ഗാമ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9/10 ആണ്, അല്ലെങ്കിൽ 0.9 ആണ്. ഓക്കെ, എളുപ്പമല്ലേ? അടുത്ത ചോദ്യം. ദ കറണ്ട് ICBO, ഇനി റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിനെ കുറിച്ച് പഠിക്കാൻ പോകണം കേട്ടോ. ലീക്കേജ് കറണ്ടിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ഈ ICBO ICEO എന്നൊക്കെ പറയുന്നത് ലീക്കേജ് കറണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ റിവേഴ്സ് കറണ്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. ICBO എന്ന് പറയുന്നത് എന്ത് കറണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ഇസ് എ കറണ്ട് ദാറ്റ് ഫ്ലോസ് വെൻ സം DC വോൾട്ടേജ് ഇസ് അപ്ലൈഡ്. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇത് റിവേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കുമ്പോഴാണ്, റിവേഴ്സ് ബയസിൽ കൊടുക്കുമ്പോഴാണ് ഇത് സംഭവിക്കുക. എപ്പോൾ? അതായത് എമിറ്റർ ഓപ്പൺ ആക്കി വെച്ചിട്ട്
കളക്ടറിൻ്റെയും ബേസിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന കറണ്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കളക്ടർ കറണ്ടാണ്. കളക്ടർ കറണ്ട് ദാറ്റ് ഫ്ലോസ് ഫ്രം കളക്ടർ ടു ബേസ് വിത്ത് എമിറ്റർ ഓപ്പൺ. ഓക്കെ, റിവേഴ്സ് ഡയറക്ഷനിൽ പോകുന്ന കറണ്ടിനെയാണ് ICBO എന്ന് പറയുന്നത്. അതൊരു ലീക്കേജ് കറണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അപ്പോൾ ICBO ഇസ് ദി current that flows in reverse direction to collector junction with emitter open. മനസ്സിലായല്ലോ. ഇനി ICBO എന്ന് പറയുന്നത് CB കോൺഫിഗറേഷനിലാണ് അത് ഉണ്ടാവുക. അത് റിവേഴ്സ് ബയാസ് ഉണ്ടാവുമ്പോഴാണ് അത് ഉണ്ടാവുക. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം CBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ ടു ബേസ് വിത്ത് ഓപ്പൺ ആയിട്ടുള്ളത് എന്താണെന്ന് അറിയോ? എമിറ്റർ. ഓക്കെ, ഇതിൽ തന്നിട്ടില്ലാത്ത ഇത് നോക്കുക. ഈ ഇതിൽ സിമ്പിളിൽ തന്നിട്ടില്ലാത്ത വാല്യൂ നോക്കുക, E ആണ്. അപ്പോൾ എമിറ്റർ ഓപ്പൺ ആയിരിക്കും കേട്ടോ. അടുത്ത ചോദ്യം. കറണ്ട് ICEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് കളക്ടർ കറണ്ടാണ്. എപ്പോഴുള്ള കളക്ടർ കറണ്ട്? CE കോൺഫിഗറേഷനിലുള്ള കളക്ടർ കറണ്ട്. അപ്പോൾ ബേസ് കറണ്ട് എന്തായിരിക്കും? ബേസ് ഓപ്പൺ ആണ്. ഓക്കെ, ICEO എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ റിവേഴ്സ് ബയസിൽ വരുന്ന ലീക്കേജ് കറണ്ടാണ്, കളക്ടർ കറണ്ടാണ്. ആ സമയത്ത് എന്ത് ഓപ്പൺ ആയിരിക്കും? ബേസ് ഓപ്പൺ ആയിരിക്കും. ബേസ് ഓപ്പൺ സർക്യൂട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബേസിലൂടെ സീറോ കറണ്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇറ്റ് ഈസ് എ കളക്ടർ കറണ്ട് ഇൻ ദ CE ട്രാൻസിസ്റ്റർ വിത്ത് സീറോ ബേസ് കറണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. എമിറ്റർ കറണ്ട് ആണോ? അല്ല. കളക്ടർ കറണ്ട് ഇൻ CE ട്രാൻസിസ്റ്റർ വിത്ത് സീറോ എമിറ്റർ കറണ്ട് ആണോ? അതും അല്ല. സെയിം ആസ് ICBO ആണോ? അല്ല. ICBO അല്ല കേട്ടോ അത്. ഇനി അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് പഠിച്ചു നോക്കാം. ICEOയും ICBOയും തമ്മിലുള്ളത് കേട്ടോ. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ്? IC is equal to beta into IB plus ICBO into 1 plus beta. IC equal to beta into IB plus ICEO. IC equal to alpha by 1 minus alpha into IB plus 1 by 1 minus alpha into ICBO. All of the above. സത്യം പറയട്ടെ, all of the above ആണ് ഇതിൻ്റെ ഉത്തരം കേട്ടോ. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒന്ന് പഠിച്ചു വെക്കുക. എന്ത്? നമ്മുടെ IC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ പഠിക്കണത്? IC by IB അല്ലേ? ശരിക്കും പറഞ്ഞാൽ അപ്പോൾ IC എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ ഇൻറ്റു IB എന്നാണ് പഠിക്കണത് അല്ലേ? പക്ഷേ ഈ ബീറ്റ ഇൻറ്റു IB മാത്രമല്ല, അവിടെ ഒരു ICEO. അപ്പോൾ ഇത് ബീറ്റയൊക്കെ വരുന്നത് എവിടെയാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലല്ലേ? കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ICEO എന്ന് പറയുന്ന ഒരു ചെറിയ ലീക്കേജ് കറണ്ടും കൂടെ വരും. ഓക്കെ, അപ്പോൾ ഈ ICEO എന്ന് പറയുന്ന മഹാൻ ആരാന്നറിയോ? അയാളും ICBOയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ്? ICEO എന്ന് പറയുന്നത് 1/1 മൈനസ് ആൽഫ ഇൻറ്റു ICBO ആണ്. ICBO ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം? 1 പ്ലസ് ബീറ്റ ഇൻറ്റു ICBO ആണ് കേട്ടോ. ഇതൊക്കെ ഈ രീതിക്കൊക്കെ പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി, തനിയെ അത് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ IC എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ബീറ്റ IB പ്ലസ് ICEO ആണെന്ന് മനസ്സിലായല്ലോ. ICEO എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പ്ലസ് ബീറ്റ ഇൻറ്റു ICBO ആണ്. അതാണല്ലോ ആദ്യം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത് എഴുതിയിട്ടുള്ളത് ഇതാണല്ലോ, ബീറ്റ IB പ്ലസ് ICEO ആണല്ലോ. അതും ശരിയാണ്. ഇനി ബീറ്റ എന്ന് പറയുന്നത് ആൽഫ ബൈ 1 മൈനസ് ആൽഫ ആണല്ലോ. അതെ. ഇനി 1 പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കാം 1 പ്ലസ് ബീറ്റ എന്താണെന്ന്. 1 പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത് ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ ആണല്ലോ. അപ്പോൾ 1 പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ ബൈ ആൽഫ അല്ലേ? ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ. അപ്പോൾ ബീറ്റ എന്താണ്? ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ആൽഫ എന്ന് വെച്ചാൽ 1/1 മൈനസ് ആൽഫ. ഓക്കെ, അപ്പോൾ അതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 മൈനസ് ആൽഫയാണ്. അപ്പോൾ 1 പ്ലസ് ബീറ്റയ്ക്ക് പകരം 1/1 മൈനസ് ആൽഫ എന്ന് ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ച് വെക്കുക. IC ഈസ് ഈക്വൽ ടു ബീറ്റ IB പ്ലസ് ICEO. ബാക്കിയൊക്കെ ആക്ച്വലി നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ICEOയും ICBOയും തമ്മിലുള്ള റിലേഷനും പഠിച്ചു വയ്ക്കുക. 1 പ്ലസ് ബീറ്റ ഇൻറ്റു ICBO ആണ് റിലേഷൻഷിപ്പ് എന്നും പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. ഫോർ എ BJT കണക്റ്റഡ് ഇൻ CB കോൺഫിഗറേഷൻ. CB കോൺഫിഗറേഷനിലുള്ള BJT ആണ്. എമിറ്റർ കറണ്ട് IE എന്ന് പറയുന്നത് 1 മില്ലി ആംപിയർ ആണ്. ഇഫ് എമിറ്റർ സർക്യൂട്ട് ഈസ് ഓപ്പൺ കളക്ടർ കറണ്ട് ഈസ് 50 മൈക്രോ ആംപിയർ. എമിറ്റർ സർക്യൂട്ട് ഓപ്പൺ ആവുമ്പോഴുള്ള
കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ICBO, അത് എത്രയാണ് 50 മൈക്രോ ആംപിയർ ആണ്. ഫൈൻഡ് ദി ടോട്ടൽ കളക്ടർ കറണ്ട് ഇഫ് ആൽഫ ഈക്വൽ ടു 0.92. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക എന്നറിയോ? IC ഇസ് ഈക്വൽ ടു ആൽഫ IE പ്ലസ് ICBO എന്നാണ് വരിക. അപ്പോൾ കളക്ടർ ഇത് ലീക്കേജും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ കേട്ടോ, ലീക്കേജ് കളക്ടർ കറണ്ടും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ, അപ്പോൾ റിവേഴ്സ് കളക്ടർ കറണ്ടും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. ആൽഫയും തന്നിട്ടുണ്ട്, 0.92 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 0.92 ഇൻറ്റു IE എന്ന് പറയുന്നത് 1 മില്ലി ആംപിയർ പ്ലസ് ICBO പറഞ്ഞാൽ 50 മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ് 0.92 മില്ലി ആംപിയർ പ്ലസ് 50 മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മില്ലി ആംപിയർ ആണ്? 0.05 മില്ലി ആംപിയർ അല്ലേ. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 0.97 മില്ലി ആംപിയർ. ഇതാണ് ഇവൻ്റെ ഉത്തരം. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യങ്ങൾ ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കോൺഫിഗറേഷൻസ് എല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ കോൺഫിഗറേഷൻസിൻ്റെയും ആ ചാർട്ട്, കമ്പാരിസൺ ചാർട്ട് വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ തന്നെ നമുക്ക് കുറേ പോയിന്റുകൾ കിട്ടും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക, നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. താങ്ക് യു. നല്ലോണം പഠിക്കുക.